Hello guys, welcome back to my kitchen countertop. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് റെസിപ്പിയാണ്. റെഡ് വെൽവെറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. സ്പെഷ്യലി ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ പല രീതിയിലുള്ള സ്പഞ്ച് കേക്കും അങ്ങനെയുള്ള കേക്കുകളെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബാക്കിയുള്ള കേക്കിനേക്കാളും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ബട്ടറി ടേസ്റ്റൊക്കെ വരണമെങ്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് തന്നെ വേണം. ഇതിൻ്റെ ട്രഡീഷണൽ റെസിപ്പി എന്ന് പറയുന്നത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് തന്നെയാണ്. ക്രീം ചീസ് അത്ര ഈസിലി അവൈലബിൾ അല്ലാത്തത് കൊണ്ടും വിപ്പിംഗ് ക്രീമിനേക്കാളും കോസ്റ്റ്ലി ആയതുകൊണ്ടും പലരും ഈ ഒരു റെസിപ്പി സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഈസിലി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ലിറ്റർ പാലാണ്. ഇത് ഹോൾ ഫാറ്റ് മിൽക്കാണ്. ഹോൾ ഫാറ്റ് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഫുൾ ക്രീം പാലെന്നൊക്കെ പറയില്ലേ, ആ പാലാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ വിനെഗറാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഒരുമിച്ച് ചേർക്കത്തില്ല. 1 ടേബിൾ സ്പൂൺ വിനെഗർ ആദ്യം ചേർക്കും. ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഇതൊന്ന് ചെറുതായിട്ട് പിരിഞ്ഞ് വരാൻ തുടങ്ങുക. ഇത് പിരിഞ്ഞ് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ വിനെഗർ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി നല്ലോണം ഇത് പിരിഞ്ഞതിന് ശേഷം പാലും വെള്ളവും നല്ല രീതിയിൽ അത് സെപ്പറേറ്റ് ആവുക. അപ്പോൾ അതുവരെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാലും വെള്ളവും നല്ലോണം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങളിനി ഇത് പിരിക്കാൻ വേണ്ടി ലെമൺ ജ്യൂസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ഫ്രഷ് ലെമൺ ജ്യൂസ് എടുക്കുക. അതും ഇതേപോലെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ഒഴിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഇത് പാലും വെള്ളം കൂടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഓർത്ത് വെക്കുക, 1 ലിറ്റർ പാലിന് ഞാൻ 2 ടേബിൾ സ്പൂൺ വിനെഗറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു പാത്രം അടിയിൽ വെച്ചതിന് ശേഷം ഒരു അരിപ്പയും വെച്ചതിന് ശേഷം മേളിലൊരു കോട്ടൻ്റെ തുണി ഞാൻ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ പിരിച്ചു വെച്ചിരുന്ന പാലൊഴിച്ചു കൊടുത്തു. ഇനി ഈ കിട്ടിയേക്കുന്ന പാൽ അല്ലെങ്കിൽ ഈ ക്രീം നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ 15 മിനിറ്റത്തേക്ക് ഞാനിത് മാറ്റി വെക്കാൻ പോവാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലോണം നമുക്ക് പോയി കിട്ടും. ഇത് വെള്ളം കളയാൻ വേണ്ടി പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. നമുക്ക് ഈ കിട്ടിയേക്കുന്ന വെള്ളത്തിൻ്റെ യൂസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ പറയുന്ന പേരാണ് വേവ് വാട്ടർ. ഇത് പ്രോട്ടീൻസും ഒത്തിരി ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ചപ്പാത്തി കുഴയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കറി വെക്കുമ്പോഴൊക്കെ നിങ്ങൾക്കത് കുറേശ്ശെ എടുത്ത് അതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഒരു ഗുണകരമായൊരു വാട്ടറാണ്. അത് കളയാതെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പനീർ അല്ലെങ്കിൽ നമ്മുടെ പാല് നമ്മൾ പിരിച്ച് വെച്ചത് അത് 15 മിനിറ്റോളം ഞാൻ വെച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. അതുപോലെ 1 ടീസ്പൂൺ വിനെഗറാണ്. ഈ വിനെഗർ ചേർക്കുമ്പോഴാണ് ക്രീം ചീസിനൊരു ചെറിയ സോർ ടേസ്റ്റ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് നല്ല ക്രീമി ഫോമാക്കി എടുക്കണം. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന വേവ് വാട്ടറിൽ നിന്ന് 1 ടീസ്പൂൺ വേവ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രീമി ഫോമിൽ നമുക്കിത് കിട്ടും. അങ്ങനെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രീം ചീസിൻ്റെ ഏത് റെസിപ്പിക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിംഗ് ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ക്രീം ചീസ് അരമണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം അത് ഞാൻ അതിലേക്ക് ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലിരുന്ന ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് സ്റ്റിഫ് ആവുന്നവരെയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇത് നല്ല ഫ്ലഫി ആയി വരും. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയി നല്ല സ്റ്റിഫായി വരുന്നവരെയും ഇത് ബീറ്റ് ചെയ്യാം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിന് പഞ്ചസാര ഇനി നമ്മൾ ആഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക്
തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് പഞ്ചസാരയുടെ കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഇതിൽ ചേർക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനിതിൽ നാരങ്ങ നീര് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ നാരങ്ങ നീരും അതേപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നല്ലോണം നല്ല ക്രീമി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെയും ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൂടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ വിപ്ഡ് ക്രീമിനേക്കാളും കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ ഇത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ കൺസിസ്റ്റൻസിയും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കേക്ക്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരത്തേക്ക് ബൈ.